യോഗി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് തുറന്നടിച്ച് ചോദിച്ചുകൊണ്ട് ഇതേ യോഗിക്കെതിരെ കടുത്ത നീക്കം നടത്തുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. കാരണം ഒന്നും രണ്ടുമല്ല, 10 കുഞ്ഞുങ്ങളാണ് വെന്തു മരിച്ചത്. അവിടെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ രാജ്യത്തെ വലിയ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് നടപടിയെടുത്തേ മതിയാകൂ. സംസ്ഥാനത്തിനകത്ത് ബുൾഡോസർ രാജ് നടപ്പിലാക്കാനും വീടുകളും കെട്ടിടങ്ങളും രായിക്ക് രാമായണം ഇടിച്ചു നിരത്താനും മടിയില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന യോഗി ഈ 10 നവജാത ശിശുക്കൾ വെന്തുമരിച്ച സംഭവത്തിൽ നിലപാടെടുക്കാൻ താമസിക്കുകയാണ്. സുപ്രീം കോടതി അവസാന താക്കീത് നൽകിയതാണ്. ഇനിയും 1 മാസം മുൻപെങ്കിലും നോട്ടീസ് നൽകാതെ ഇത്തരത്തിൽ ബുൾഡോസർ ഇറക്കി കെട്ടിടങ്ങൾ പൊളിക്കരുത് എന്ന്. പക്ഷെ അതുപോലും മറികടന്ന് യോഗി തന്റെ നീക്കം തുടർന്ന് 80 കുടുംബാംഗങ്ങളെ മൊത്തമായും തെരുവിലേക്ക് ഇറക്കുകയും ചെയ്തു. പല ഗ്രാമവാസികളും യോഗിയെ ഭയന്ന് നാട് വിടുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി. വർഗീയതയുടെ മാത്രം വിഷം തുപ്പിയായിരുന്നു ഇത്തരത്തിൽ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയത്. പക്ഷേ നവജാത ശിശു വിഷയത്തിൽ യോഗി മൗനത്തിലാണ്. അതിപ്പോൾ അന്താരാഷ്ട്ര സമാധാനം കൊണ്ടുവരാനായി ലോകരാജ്യം മുഴുവൻ കറങ്ങി നടക്കുന്ന മോദി മണിപ്പൂരിന്റെ കാര്യത്തിൽ എന്ത്, എവിടെ, എപ്പോ എന്ന മട്ടിലാണല്ലോ നീങ്ങുന്നത്. അതിന്റെ മറ്റൊരു രൂപമാണ് സത്യം പറഞ്ഞ യോഗി. എന്തായാലും ഉത്തർപ്രദേശ് നവജാത ശിശുക്കൾ മരിച്ച സംഭവത്തിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് ഉണ്ടായത് എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപകടത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരും ആരോഗ്യ വകുപ്പും എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് കമ്മീഷൻ കൃത്യമായി ചോദിക്കുന്നത്. പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരാഴ്ചക്കകം വിശദീകരണം നൽകണമെന്നും ഇതേ കമ്മീഷൻ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് കമ്മീഷന്റെ ഉത്തരവ്. വെള്ളിയാഴ്ച രാത്രി 10:35 നടന്ന തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ മരിക്കുകയും 17 പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. തീപിടുത്തമുണ്ടായ സമയത്ത് 47 കുട്ടികളെ വാർഡിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ കുട്ടികളിൽ 10 കുട്ടികൾ മരിക്കുകയും 37 കുട്ടികളെ രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അലോക് സിംഗ് പറഞ്ഞിരുന്നു. തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഝാൻസി ഡിവിഷൻ കമ്മീഷണർക്കും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിനും നിർദ്ദേശം നൽകിയിരുന്നു. 12 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു യോഗിയുടെ ഉത്തരവ്. കൂടാതെ അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെ രോഗികൾ ഒഴിപ്പിക്കുന്നതിന്റെയും ആശുപത്രി ജീവനക്കാർ ചേർന്ന് ജനലുകൾ തകർത്ത് രോഗികളെ രക്ഷിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൃത്യമായ നടപടികളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തലും. അതുകൊണ്ടാണ് യോഗിക്കെതിരെ കടുത്ത നീക്കവുമായിട്ട് കമ്മീഷൻ രംഗത്തെത്തിയതും.